പേര് റേച്ചൽ വർഗീസ് എന്നാണ്. ഞാൻ വിനുവിന്റെ ഫസ്റ്റ് കസിനാണ്. എന്റെ അമ്മാച്ചന്റെ മോനാണ് വിനു. ഞാൻ കഴിഞ്ഞ 54 വർഷമായിട്ട് അമേരിക്കയിലാണ്. ദൈവം ഇത്രത്തോളം നടത്തി എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പിന്നെ യെശയ്യാവിലൊരു വാക്യമുണ്ട്, യഹോവേ നീ എന്നെ സമ്മതിപ്പിച്ചു, ഞാൻ സമ്മതിച്ചു പോയി എന്നൊരു വാക്യമുണ്ട്. അങ്ങനെ കർത്താവിന്റെ വേലയിലായി തീരുവാൻ തക്കവണ്ണം ദൈവം എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല. ശൗലിനെ വിളിച്ചത് എന്നെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് വേർതിരിച്ചതുപോലെ എന്നെയും ഞാൻ മർത്തമ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ ഒരു പ്രത്യേകം ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ വഴികൾ ഓർക്കുമ്പോൾ എന്റെ അച്ഛനമ്മച്ചി എല്ലാം മർത്തമയിലായിരുന്നു. ഞാൻ മൂത്ത മോളായിരുന്നു. എന്നാൽ എന്റെ കല്യാണ സമയം വന്നപ്പോ അച്ഛന് പെന്തക്കോസുകാരൻ ചെറുക്കനെ മാത്രം മതി. അങ്ങനെ എല്ലാവരോടും പറയും ഒരു പെന്തക്കോസുകാരൻ ചെറുക്കനെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പെന്തക്കോസുകാരനെ കൊണ്ട് കെട്ടിക്കാനിടയായി. അത് കഴിഞ്ഞ് എന്റെ സിബ്ലിങ്സിനെ ആരെയും കൊണ്ട് കെട്ടിച്ചില്ല. ഒരാളെ യാക്കോബായാലും ഒരാളെ CSIയിലും മർത്തമായിലും ഒക്കെ കൊണ്ട് കെട്ടിച്ചത്. എന്നെ മാത്രം അത് ദൈവത്തിന്റെ വഴിയായിരുന്നു. എനിക്കതിനകത്ത് യാതൊരു പരിഭവവും ഇല്ലായിരുന്നു. ഞാൻ 10 വയസ്സായപ്പോഴേ ഞാൻ രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു. സ്നാനപ്പെട്ടില്ല, കല്യാണം കഴിഞ്ഞാണ് സ്നാനപ്പെട്ടത്. ദൈവം എന്നെ കൃപയിലേക്ക് കൊണ്ടുവന്നല്ലാതെ ഇത്രത്തോളം നടത്തി, കൈക്ക് പിടിച്ച് നടത്തി, ആലോചനയാൽ നടത്തി, അനേക വിഷയങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് അവന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഇന്ന് സന്ധ്യാസമയത്ത് നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ തക്കവണ്ണം യഹോവ എന്നെയും കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. ഇതിനൊന്നും ഞാൻ അർഹയല്ല, എന്നാൽ എന്നെ അർഹനാക്കി ഞാൻ ഇത്രത്തോളം കൈക്ക് പിടിച്ച് നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം തന്ന ചില വചനങ്ങൾ ഇന്ന് വളരെ ലിറ്റിൽ ഡിഫറെന്റ് ആണ്. അത് നമുക്ക് വളരെ ചിന്തിക്കാൻ, നമ്മുടെ ജീവിതത്തെ അത് ദൈവസന്നിധിയിൽ കാണുവാൻ നമ്മൾ എങ്ങനെയായിരിക്കുന്നു. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്നവരാണ്. എന്നാൽ നമ്മൾ എത്രമാത്രം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു, നമ്മുടെ ദൈവവചനത്തോട് നമ്മൾ എത്രമാത്രം നമ്മൾ അടുത്ത് നിൽക്കുന്നു. ദൈവം പറയുന്ന പോലെ യെശയ്യാവ് 66:2 ലാസ്റ്റ് പാർട്ടി ഇങ്ങനെ പറയുന്നത്, അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമായിരിക്കും അത്. യെശയ്യാ 66 ലാസ്റ്റ് പാർട്ട്, അരിഷ്ടനും മനസ്സു തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവമക്കളെ, നമ്മളൊക്കെയും ആരുടെ രക്ഷിക്കപ്പെട്ട അകത്ത് വന്നവരാണ്. കാഹളം കേൾക്കുമ്പോൾ നമ്മൾ പറന്നു പോകാൻ റെഡിയായിട്ടിരിക്കുക. നമ്മൾ അങ്ങനെയുള്ള വിശ്വസിച്ച് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ഇന്ന് സന്ധ്യാസമയത്ത് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ, ഞാൻ കൃപയിലായിരിക്കുന്നുവോ, ഞാൻ വിശ്വാസത്തിലായിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് പൽക്കാലം സന്ധ്യാസമയത്ത് കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതെന്റെ വാക്യമല്ല, നമുക്ക് ഇന്നത്തെ വചന ധ്യാനത്തിന് വേണ്ടി ഞാൻ ഒരു വാക്യം വായിക്കുന്നു. എബ്രായർ ലേഖനം എബ്രായർ 2:1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. എല്ലാരും എടുത്തെന്ന് കരുതുന്നു. എബ്രായർ 2:1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കാൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കരുണയിൽ സമ്പന്നനും വാക്യത്തിന് വിശ്വസ്തമായി ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ധ്യാസമയത്ത് നിന്റെ പെൺമക്കളായ ഞങ്ങൾ കർത്താവേ നിന്റെ വചനത്തിന് മുമ്പിൽ ആയിരിക്കുന്നു. കർത്താവേ, ഇന്ന് സന്ധ്യാസമയത്ത് ഞങ്ങളുടെ ഹൃദയമായി നീ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്റെ രക്തത്തിന്റെ വിലയാണ് കർത്താവേ. എന്നാൽ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ എങ്ങനെ അങ്ങെത്തുവോളം നിന്നോട് കൂടെ നടക്കുവാൻ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതിനാൽ ദൈവം അവനെ എടുത്തുകൊണ്ട് നിന്നോട് ചേർന്ന് നടപ്പാൻ ഹല്ലേലൂയ അവൻ എന്നോട് പറ്റിയിരിക്കാൻ, ഈ വചനത്തിൽ പറയുന്ന പോലെ ഞങ്ങളുടെ ജീവിതം നിന്നോട് പറ്റിയിരിക്കുകയാണോ, നിന്നോട് ചേർന്ന് നടക്കുകയാണ്. ഞങ്ങളെ തന്നെ വിചിന്തനം ചെയ്യുവാൻ ഈ സന്ധ്യാസമയത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനത്തെ ഞങ്ങൾക്ക് കർത്താവെ നീ ഭാവിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ തന്നെ സംസാരിച്ചായിട്ട് അടിയൻ ഏതുമില്ല കർത്താവെ, അടിയന്റെ നാവോടുകൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം. ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ ആവശ്യം പറഞ്ഞു ഇന്ന് സന്ധ്യാസമയത്ത് സംസാരിക്കണമേ, നിന്റെ നാമത്തെ ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊണ്ട് മുടിക്കാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. അന്നേരം നമ്മൾ വായിച്ചത്
വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. എന്നും ഒഴുകിപ്പോകണ്ട, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കീഴ് നമ്മൾ വായിക്കുമ്പോൾ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഉറപ്പിച്ചു തന്നതുമായ നൽകിക്കൊണ്ട് സാക്ഷി നീന്തതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ആരോ മെയിൻ വാക്യം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കാൻ. ദൈവമക്കളെ, നമ്മളെല്ലാവരും ക്രിസ്തീയ ജീവിതത്തില് നമ്മൾ ഓടുന്നവരാണ്. കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണം? എനിക്ക് അങ്ങ് ചെന്ന് എത്തണം. കാഹളം എപ്പോൾ കേൾക്കും? അതിനുവേണ്ടി നമ്മൾ കാതുകൂർപ്പിച്ചിരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ ഹാലലുയ നമ്മൾ പറയുന്ന പോലെ അവന്റെ വചനത്തിൽ വിറയ്ക്കുന്നവരാണ്. എന്റെ ദൈവം എന്തു പറഞ്ഞു അതിന് പ്രകാരം പോകുവാൻ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ പ്രത്യേകം മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ. മത്തായി 6 ഒന്ന് എടുക്കുമ്പോൾ അത് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതും നമ്മളിന്നും പ്രാർത്ഥിക്കുന്നതും ഒക്കെയാ. കർത്താവിന്റെ പ്രാർത്ഥനയില് മത്തായി 6-ന്റെ മത്തായി 6-ന്റെ 12 യേശു തന്നെ പഠിപ്പിച്ചതാ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചതാ. പറയുവാ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അന്നേരം നമ്മുടെ കടക്കാരോട് നമ്മൾ മനഃപൂർവ്വം ക്ഷമിക്കണമെന്നാണ് ദൈവഹിതം. നമ്മളത് ചെയ്യാറുണ്ടോ? അതിന്റെ ഏറ്റവും ലാസ്റ്റ് വേർഡ് ആ പാരഗ്രാഫ്, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. നമ്മൾ സാധാരണ വായിക്കുന്ന വാക്യം ഇത്. എന്നാൽ നമ്മളെ മനഃപൂർവ്വം അത് ഏറ്റെടുത്തിട്ട് നമ്മൾ ആരോടെങ്കിലും പകയോ പിണക്കോ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തോ പ്രവർത്തിച്ചോ പറയുകയോ ചെയ്തവരോട് നമ്മൾ പക വെച്ചുകൊണ്ടിരിക്കാറുണ്ട്. നമ്മൾ ചിന്തിച്ചോണം. ദൈവം യേശു പറഞ്ഞ വാക്യമാണ്, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. അന്നേരം നമ്മൾ ക്ഷമിച്ചിട്ട് ചെല്ലാനാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഈ പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുമ്പ് അങ്ങനെ തന്നെ ആണല്ലോ മത്തായി 5 പറയുന്നത്. നിന്റെ യാഗം 5:23 ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന സഹോദരനോട് നീരുന്നു കൊള്ളുക, പിന്നെ വന്ന നിന്റെ വഴിപാട് കഴിക്കുക. നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുകയും പാടുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ദൈവഹിതത്തിനൊത്തവണ്ണമാണോ? നമ്മുടെ ജീവിതത്തിലെ പകയോ പിണക്കോ കോപമോ ക്രോധമോ എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മൾ ക്ഷമിച്ചിട്ടാണോ ദൈവസ്ഥാനത്തിൽ വന്നിരിക്കുന്നത്? നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചോണം. 18-ാം അധ്യായം മത്തായി 18 ഒന്ന് എടുത്താട്ടെ. 18-ന്റെ ലാസ്റ്റ് വേണം 35. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായി എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. കേട്ടല്ലോ, നിങ്ങളിൽ ഓരോരുത്തർ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായി എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ദൈവമക്കളെ, നമ്മുടെ കടക്കാരോട് ക്ഷമിച്ച് മനഃപൂർവ്വം ക്ഷമിച്ചിട്ട് ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം ക്ഷമിക്കുന്നില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അന്നേരം നമ്മുടെ പാപം അവിടെ കടമായിട്ട് കിടക്കുകയാണ് ദൈവസന്നിധിയില്. നമ്മുടെ അപേക്ഷകളൊക്കെ അവിടെ കെട്ടി കിടക്കുകയാണ്. ദൈവം ഇതിനൊന്നും മറുപടി തരുന്നില്ല.
പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തടസ്സപ്പെടുത്തുമ്പോൾ തിരിഞ്ഞു നോക്കണം നമ്മൾ എവിടെയാണ് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് ഉള്ളത്. അതുകൊണ്ട് ഇത് എന്റെ ജസ്റ്റ് ഞാൻ വിഷയത്തിൽ കടക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മളോട് ചെയ്ത കടങ്ങൾ മനഃപൂർവ്വം ക്ഷമിക്കണം. ഒരു പകയം വെച്ചുകൊണ്ടിരിക്കരുത്. എന്നാൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുത്തോണം. മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിച്ചിട്ടും മാത്രമേ ദൈവസന്നിധിയിൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കാവുള്ളൂ. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നമ്മുടെ മുറിവുകൾക്ക് പെട്ടെന്ന് പൊറുതി വരും. അതുകൊണ്ട് ദൈവം ആർക്കും കിടക്കാനുള്ള മുഖപക്ഷം നോക്കുന്നില്ല. ധനവാനാണോ ദരിദ്രനാണോ വലിയവനാണോ ചെറിയവനാണോ ഒന്നും ദൈവം നോക്കുന്നില്ല. തന്റെ വചനപ്രകാരം അടുത്ത് വരുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിച്ചിട്ട് വേണം നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ. നമ്മുടെ പിഴകളെ നമ്മുടെ പിഴകളെ ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയും കേൾക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിന്ന് വായിച്ചത് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് നാം കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നമുക്ക് ബൈബിളിൽ നമ്മൾ ഉടനീളം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കുമ്പോൾ അനേക ജീവിതങ്ങളെ നമുക്ക് കാണാം. നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് ആരാന്നറിയോ? നമ്മുടെ ആദ്യപിതാവായ ആദാവും ഹവ്വായും. ദൈവം തന്റെ കൈകൊണ്ട് സൃഷ്ടിച്ച ആദാമിൽ നിന്നൊരു വാരിയെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചു. കേൾക്കാമല്ലോ? എനിക്കൊരു കോൾ അവിടെ വന്ന് കിടക്കുന്നു. ഹലോ, കേക്കാം ആന്റി, കേക്കാം. ഓക്കെ, എനിക്കൊരു കോള് വന്നതിന്റെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതാ. അതുകൊണ്ട് ദൈവം സ്വന്തം കൈയാൽ മെനഞ്ഞ ആദവും ഹവ്വായും. അവരോടുകൂടെ വെയിലാറുമ്പോൾ ദൈവം എല്ലാ ദിവസവും വന്ന് സഹവസിക്കുമായിരുന്നു. അവരോട് സല്ലപിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കയറി പോകുമായിരുന്നു. അങ്ങനെ എത്ര നാൾ കഴിഞ്ഞു നമുക്കറിയാൻ ഒക്കത്തില്ല. അങ്ങനെ ഒരു ജീവിതമായിരുന്നു ആദവും ഹവ്വായും. ഏദൻ അത് പറുദീസയെന്നാണ് പറയുന്നത്. അത്രമാത്രം ദൈവ സാന്നിധ്യം അനുഭവിച്ച ആ ഏദൻ പറുദീസയില് ആദാം ഇല്ലാത്ത ഒരു സമയത്ത് ഹവ്വായോട് സംസാരിക്കാൻ ഷാജി കടന്നു വന്നു പാപന്റെ രൂപത്തിൽ. നമുക്കെല്ലാം അറിയാം, കഥ നന്നായിട്ട് അറിയാം. ഹവ്വായ്ക്കും അറിയാം ആദാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തുവാ ദൈവം പറഞ്ഞിട്ടുള്ളത്. അത് ഹവ്വ തിരിച്ച് സർപ്പത്തോട് പറയുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 2:17 പറയുന്നത്, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം ഒറ്റ കൊടുത്തിട്ടുള്ളൂ, ആ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അത് ആദം ഹവ്വായോട് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തന്നെ അവള് 2-ാം വാക്യത്തില് സ്ത്രീ പാമ്പിനോട് 3:2 സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയിട്ട് അവർക്ക് അറിയാം. ദൈവം പറഞ്ഞു കൊടുത്ത പോലെ ആദാം അവക്ക് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അവൾ തിരിച്ചു പറഞ്ഞു. ഒരു വാക്കൂടെ കൂട്ടി പറഞ്ഞു, തൊടരുതെന്ന്. അപ്പൊ തന്നെ പിശാചിന് മനസ്സിലായി ഇവളെ കൂട്ടി പറയുന്നവളും ദൈവവചനം അതുപോലെ അനുസരിക്കുന്ന. നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഈ ദൈവവചനത്തിൽ നമുക്ക് അനുവാദമില്ല. ഇതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ലാസ്റ്റ് അധ്യായത്തിൽ പറയുന്നുണ്ട്. അന്നേരം അവൾക്ക് മനസ്സിലായി എന്തുവാ ദൈവം പറഞ്ഞത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ശാരീരിക മരണമല്ല, ആത്മീയ മരണം. ദൈവത്തോട് ഉള്ള ബന്ധത്തിന് വ്യതിയാനം വരുന്നു അവിടെ, അതാണ് മരണം. എന്നാൽ അവൾ ദൈവത്തിന്റെ വാക്കിന് വിപരീതമായി she gave more importance to the devil's word. എന്നാൽ ഡെവിൾ എന്താ പറയുന്നതെന്ന് അറിയാവോ? പറഞ്ഞു, പാമ്പ് സ്ത്രീയോട്, നീ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു. ഓക്കെ, പാമ്പ് പറയാം, നീ മരിക്കത്തില്ല, നന്മ തിന്മകളെ അറിയാനുള്ള കൃപ നിനക്ക് വരം നിനക്ക് ലഭിക്കുമെന്ന്. അപ്പോഴത്തേക്ക് ഇവക്ക് വലിയ എന്തുകൊണ്ട് ദൈവം ഇത്രയും ഞങ്ങളുടെ വന്നിരുന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാനും നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള വരം ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾ അത് മാറ്റി വെച്ചിരിക്കുന്നു?
അതുകൊണ്ട് അവള് ദൈവത്തിന്റെ വചനത്തെക്കാൾ കൂടുതലായി പിശാചിന്റെ വചനത്തിന് അവളെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവളെ പഴം പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു. ഭർത്താവിനോട് ദൈവം നേരിട്ട് പറഞ്ഞാണ്. ഇവളോട് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് അവ്വായിക്കുള്ളത്. എന്നാൽ അവനും അത് കൂട്ടാക്കാതെ ഭാര്യ കൊടുത്തത് വാങ്ങിച്ചു തിന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തോട് ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് അനുവാദമില്ല. ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അവർക്ക് എന്താ പറ്റിയത്? നമ്മൾ വായിച്ച കുറിവാക്യത്തില് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഔവ കരുതിയില്ല, ആദമും കരുതിയില്ല. എന്നും അവരോടുകൂടെ വന്ന് സഹവസിച്ച ദൈവം അവർ യാതൊരു ദാക്ഷിണ്യമില്ലാതെ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ഏദൻ തോട്ടത്തിന് കാവലും വെച്ചു. ദൈവമക്കളെ, ഓർത്തോണം, നമ്മുടെ ദൈവം മുഖപക്ഷം നോക്കത്തില്ല. അവരുമായിട്ട് വളരെ സ്നേഹബന്ധത്തിലായിരുന്നു. എന്നാൽ അതൊന്നും നോക്കാതെ ദൈവത്തിന്റെ വചനം അവര് മറുതലിച്ചത് കൊണ്ട്, അതിന് മുൻതൂക്കം കൊടുക്കാതെ പിശാചിന്റെ വീടിന് മുൻതൂക്കം കൊടുത്തത് കൊണ്ട് ദൈവം അവരെ അടിച്ച് ഏദൻ പർദീസായിൽ നിന്ന് പുറത്താക്കി. ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. നമ്മൾ ശ്രദ്ധിച്ചോണം. അത്രമാത്രം സഹവസിച്ച ആദവും ഹവ്വായുമാണ് ദൈവം യാതൊരു കരുണയും കാണിക്കാതെ അടിച്ച്, അയ്യോ ഞാൻ ഇത്രയും നാൾ ഇവരോടൊന്ന് സംസാരിച്ചതല്ലേ, ഇവരോട് ഞാൻ സഹവസിച്ചല്ല, ഇത് എങ്ങനെയാ ഞാൻ ചെയ്യുന്നത്, സാരമില്ല, അവർക്ക് ഞാൻ അങ്ങ് ക്ഷമിച്ചേക്കാന്ന്. ഇല്ല ഇല്ല ഇല്ല. പാപം ചെയ്താൽ അവൻ കണ്ടുവെക്കുന്നു, അവൻ ശിക്ഷിക്കാതെ വിടുകയില്ല. ആരായാലും ശരി ശിക്ഷിക്കാതെ വിടത്തില്ല. അങ്ങനെ ആദവും ഏദൻ പർദീസ നഷ്ടപ്പെട്ടു. അവനാൽ പാപം ലോകത്തിലേക്ക് വന്നു, പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. ആ മരണം, അതിൽ നിന്ന് വിടുതലാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ആദവും ഏക മനുഷ്യനാൽ പാപം. റോമർ 5:12 അത് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത വേറൊരു ക്യാരക്ടറൈസേഷനെ നോക്കാം. ലേവ്യ പുസ്തകം, ലേവ്യ 10, ലേവ്യ 10:1 കിട്ടിയൊരു എടുത്ത് വായിച്ചു. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗം ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. മതി നിന്നാട്ടാ. നാദാബ് അബീഹോമും അഹരോന്റെ 2 മക്കളാണ്. ഓക്കെ, അവർക്ക് കൊടുത്തേക്കുന്ന ഒരൊറ്റ ഡ്യൂട്ടിയാണ് ആലയത്തിലെ കെടാത്ത വിളക്കിൽ നിന്ന് എന്നും രാവിലെ ഹോമയാഗത്തിനുള്ള തീ കൊണ്ട് പുറത്തു കൊണ്ടുവന്ന് കത്തിക്കാൻ ഈ 2 പേർക്ക്, അഹരോൻ പുത്രന്മാരായ 2 പേർക്ക് കൊടുത്ത ജോലിയാ. അത് മാത്രമല്ല അവർക്ക് കൊടുത്ത ജോലി. അവര് കാലങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബ് അബീഹു ഓരോ ധൂപകലശം എടുത്തു അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടവരെ ദഹിപ്പിച്ചു കളഞ്ഞു. മക്കളെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഈസ് എ വെരി ജലസ് ഗോഡ്. അവൻ പറഞ്ഞ വാക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല. നമ്മൾ അതുകൊണ്ട് നമ്മുടെ പ്രവാസകാലം വളരെ ഭയത്തോടും വിറയലോടും കൂടെ കഴിച്ചോണം. ദൈവം അവർ അനേകം നാളുകൾ കൊണ്ട് ചെയ്തു വന്നിരുന്ന കാര്യമാണ്. ഒരു ദിവസം അന്യാഗ്നിയെ കത്തിച്ചതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം നമ്മൾ ദൈവസന്നിധി വിട്ട് നമ്മുടെ ഹിതപ്രകാരം ഓടിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഇതിപ്പോ കൃപായുഗമായതുകൊണ്ട് നമുക്ക് പലപ്പോഴും കൃപ ലഭിച്ച് നമ്മളെ ദഹിപ്പിച്ച് കളഞ്ഞില്ല. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ പ്രവാസകാലം ദൈവം എന്തു പറയുന്നു, അവന്റെ വചനത്തിൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവം എന്തു പറയുന്നു അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകാതെ ദൈവവചനം അനുഷ്ഠിക്കാൻ നമ്മളെ ഹാലലുയ ബാധ്യസ്ഥരാണ്. സംഖ്യ 20 എടുത്താട്ടെ. സംഖ്യ
സംഖ്യ 20:7 യഹോവ മോശയോട് നിന്റെ വടിയെടുത്തു നീയും അഹരോനും യഹോവ മോശയോട് നിന്റെ വടിയെടുത്തു നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കാം, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ചു. ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനോട് പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് ആകെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കോണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുളി ചെയ്തു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം കഥ അല്ലേ? ദൈവം മോശയോട് പറഞ്ഞു, വെള്ളമില്ല, 2-3 ദിവസത്തെ വെള്ളമില്ലാതെ ജനം എല്ലാം കൂടെ മോശയെ അസഹ്യപ്പെടുത്തി. മോശയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴത്തേനും ദൈവം മോശയെ വിളിച്ച് പറയും, വടിയെടുത്തോ. വടിയെടുത്ത് നീ അഹരോനോട് ചെന്ന് പാറയോട് എന്താ പറഞ്ഞേ, കൽപ്പിക്കോ എന്ന്, അത് നിനക്ക് വെള്ളം തരും. എന്നിട്ട് ഇവർ 2 വടിയെടുത്തങ്ങോട്ട് ചെന്ന് ഈ ജനം അത്രമാത്രം മോശയെ അസഹ്യപ്പെടുത്തിയോണ്ട് അങ്ങോട്ട് ആ ദേഷ്യത്തിന് അങ്ങോട്ട് ചെന്ന് പാറയെ 2 വട്ടം അടിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് വെള്ളം വന്ന് ജനം കുടിച്ചു. എന്നിട്ട് അവിടെ അവർ പറയുന്നൊരു വാക്ക് ശ്രദ്ധിച്ചാണ്. നമ്മളും പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നിട്ട് ദൈവവചനം കൂട്ടിക്കളയാൻ സാധ്യതയുണ്ട്. ദൈവത്തെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ നോക്കും. 10-ാം വാക്യം, മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിക്കുകയും, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുകയോ എന്ന് പറഞ്ഞു. ആര് ഞങ്ങൾ? മോശേ, അഹരോനെ, നീ അടിച്ച പാറയിൽ നിന്ന് വെള്ളം വരുമോ? ദൈവം കൽപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് വെള്ളം അതിൽ നിന്ന് എടുത്ത് ജനത്തിന് കൊടുക്കാൻ കഴിയുമോ? ആ ദേഷ്യത്തിന് പറഞ്ഞു പോയ വാക്കുകളാണത്. അതുകൊണ്ട് മോശയ്ക്ക് എന്ത് സംഭവിച്ചു? മോശയ്ക്ക് കനാൻ നാട് കാണാൻ സാധിച്ചില്ല. എന്നാൽ അതിനു മുമ്പ് വേറൊരു പ്രാവശ്യം ഇതുപോലെ വെള്ളമില്ലാതെ വന്നപ്പോൾ ജനം കരഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ വടിയെടുത്തു പോയി ആ പാറയെ അടിക്കാൻ പറഞ്ഞു. അടിച്ചു വെള്ളം വന്ന എക്സ്പീരിയൻസ് മോശയ്ക്കുണ്ട്. ആദ്യം പറഞ്ഞു അടിക്കാൻ പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു കൽപ്പിക്കാൻ. 2 പ്രാവശ്യം 2 രീതിയിലാണ് ദൈവം പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തന്ന വിടുതലിന്റെ പോലെ അല്ലായിരിക്കും അടുത്ത പ്രാവശ്യത്തെ വിടുതലിന്റെ ദൈവം കരുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നമ്മുടെ ഉദാസീനതയോ നമ്മുടെ അലസമനോഭാവമോ നമ്മുടെ കെയർലെസ്നെസ്സോ ഒന്നും ദൈവം കണക്കിടത്തില്ല. നമ്മൾ കെയർഫുൾ ആയിരിക്കണം. മോശയ്ക്ക് കനാൻ കാണാനൊത്തില്ല. അവൻ കരഞ്ഞു, കർത്താവേ, ഞാൻ 40 വർഷക്കാലം ഞാൻ ഈ ജനത്തിന്റെ പള്ളു കേട്ടതല്ലേ, അവരെത്രപാട്ടും എന്നെ കല്ലെറിയാൻ എടുത്തതാണ്. ഞാൻ ഒന്ന് കണ്ടോട്ടെ. ഈ മോശ ആരായിരുന്നു? ഈ മോശയുടെ ഹൃദയം ഒന്ന് ഭാരപ്പെടുമ്പോൾ ദൈവം ഇറങ്ങി ഒരു, എന്താ മോനെ നിനക്ക് നീന്റെ ഭാരപ്പെടുന്നതെന്ന്. മോശ ഒന്നും പറയത്തില്ല. ദൈവത്തിന് ഓൾറെഡി അറിയാം. മിരിയാമും അഹരോനും പിറുപിറുത്തത്, കോരഹും കൂട്ടനും പിറുപിറുത്ത് ദൈവം അവരെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞതും മിറിയാമിനും കുഷ്ഠരോഗം വന്നതും ഒക്കെ ഈ മോശ നമ്മൾ ആവർത്തനം ലാസ്റ്റ് ഒന്നെടുത്തേ 33 54:10. എന്നാൽ മിസ്രയീം ദേശത്ത് ഫറവോനോടും അവന്റെ സകല ഭൃത്യന്മാരോടും അവന്റെ സകല ദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കാണുക. മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അത്രമാത്രം അഭിമുഖമായി സംസാരിച്ച മോശ, അത്രമാത്രം അടുത്തറിഞ്ഞ മോശ.
രണ്ടുവട്ടം 40 ദിവസം പിന്നെ ദൈവത്തോട് കൂടെ സീനായി മലയിൽ ഇരുന്ന മോശ ആ 10 കൽപ്പന ഇറങ്ങിക്കൊണ്ട് പോകുമ്പോ ജനം ഇവിടെ കാളക്കുട്ടി ഉണ്ടാക്കി തുടി ചാടുക. ആ ദൈവത്തിന്റെ കയ്യാൽ എഴുതിയ കൽപ്പന രണ്ടും മോശ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ കയ്യാൽ എഴുതിയ കൽപ്പനകൾ അത് രണ്ടും. അന്നേരം ദൈവം മോശയോട് കോപിച്ചില്ല. കാരണം അവര് മറ്റേ ജനം പാപം ചെയ്തതിന്റെ ഫലമായി ഉണ്ടായത് ഇത്. ഇതിപ്പോ മോശയോട് പറഞ്ഞത് മോശ അത് ഈസിയായിട്ട് എടുത്ത് അങ്ങോട്ട് ചെന്ന് പാറയടിച്ചു. മോശയ്ക്ക് എന്ത് പറ്റി? മോശയ്ക്ക് കനാൻ ദേശം കാണാൻ ഒത്തില്ല. മോശയെ ദൈവം എന്തിനേക്കുമായിട്ട് തള്ളിക്കളഞ്ഞല്ല, മോശയെ ദൈവം ഡിസ്ക്വാളിഫൈ ചെയ്തു. മോശയാണല്ലോ മറിയുമ മലയില് വന്നത് അല്ലേ? മോശ ഏലിയാവും കൂടെ മറിയുമ മല വന്നത്. ഇനിയും വരുന്നുണ്ട് മഹോദര കാലത്ത്. മോശ ഏലിയാവും കൂടെ ഇസ്ലാമിന്റെ തെരുവുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് മോശ എന്നേക്കുമായി ദൈവം തള്ളിക്കളഞ്ഞില്ല. മോശയെ ഒന്ന് നമുക്കറിയാം ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോ ഫൗള് കാണിക്കുന്നുണ്ടെ ഇറങ്ങി നിർത്തി അടുത്ത ആളെ കയറ്റുന്ന പോലെ ദൈവം മോശയെ ഡിസ്ക്വാളിഫൈ ചെയ്ത് മാറ്റി നിർത്തി. ദൈവം അവനോട് പറഞ്ഞത് അവൻ കേട്ടത് ശ്രദ്ധയോടെ കരുതാതെ വണ്ണം ജനം ദേഷ്യപ്പെടുത്തിയത് കൊണ്ട്. ദൈവമക്കളെ, മറ്റുള്ളവർ നമ്മളെ ചൊടിപ്പിച്ചാലും മറ്റുള്ളവർ ആരെന്തു പറഞ്ഞാലും നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ചോണം. ദൈവകോപത്തിന് നമ്മൾ ഇടം കൊടുക്കരുത്. ഒരുപക്ഷെ ഭർത്താവ് പറഞ്ഞെന്നിരിക്കും, കുഞ്ഞുങ്ങൾ പറഞ്ഞെന്നിരിക്കും, അല്ലെ ആരെങ്കിലും ഒക്കെ നമ്മളെ ചൊടിപ്പിച്ചെന്നിരിക്കും. കീപ് യുവർ മൗത്ത് ഷട്ട്. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പ്രതികാരം ചെയ്യും. നമ്മൾ പ്രതികാരം എടുക്കണ്ട. നമുക്ക് വേണ്ടി വാദിക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. വിട്ടുകൊടുക്കാം. എന്നാൽ അവരെ ശപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. കർത്താവേ, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കർത്താവ് ക്രൂശി കർത്താവേ, ഇവര് ചെയ്യുന്ന എന്താന്ന് അറിഞ്ഞില്ല. അവരെ അനുഗ്രഹിച്ചേ പ്രാർത്ഥിക്കാവുള്ളൂ കേട്ടോ. ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും ദൈവമേ അങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കരുത്. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനുള്ളവരാകിയാൽ മറ്റുള്ളവരെ അനുഗ്രഹിപ്പീനെന്ന റോമർ 12 പറയുന്നത്. നമുക്ക് അനുഗ്രഹം വേണോ? നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് മോശ ദൈവത്തെ അഭിമുഖമായി 40 വർഷക്കാലം സംസാരിച്ച മോശ കനാൻ ദേശം കാണാൻ ഒത്തില്ല. എന്നാൽ ഈ മോശയെ ദൈവം സ്വന്തം കൈകൊണ്ട് അടക്കി. ആർക്കും അറിയത്തില്ല മോശ അടക്കി. മോശ വലിയ മനുഷ്യനായിരുന്നു. എന്നാൽ ആ മോശയുടെ മുഖത്തെ പോലും അവന്റെ അനുസരണക്കേട് കൊണ്ട് ദൈവം മാനിച്ചില്ല, ഡിസ്ക്വാളിഫൈ ചെയ്തു. നമുക്ക് അങ്ങനെ വരാതിരിക്കാൻ കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതുപോലെ നമ്മുടെ ആദ്യത്തെ രാജാവുണ്ടല്ലോ കിങ് സോള് നമുക്കറിയാം. 1 ശമൂവേൽ 15 എടുത്താട്ടോ. 15 1 മുതൽ വായിക്കാം. അനന്തരം ശമൂവേൽ സൗലിനോട് പറഞ്ഞത് എന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടിരിപ്പോൾ വഴിയിൽ വെച്ച് അമലേക്ക് അവനെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുരിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമലേക്യരെ തോൽപ്പിച്ച് ആർക്കുള്ളതൊക്കെയും നിർമ്മൂലമാക്കിക്കൊള്ളുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവരെയും സംഹരിച്ചു കൊള്ളുക എന്നാരെ സൗല് ജനത്തെ ദൈവം ഡയറക്റ്റ് ആയിട്ട് ശൗലിന് ഓർഡർ കൊടുക്കുകയാണ്. നീ ചെന്ന് അമാലേക്യരെ നിർമൂലമാക്കി കളയ. കനിവ് തോന്നരുത്. കുഞ്ഞുകുട്ടി ആവാനവൃന്ദം മൃഗങ്ങളും രാജാവും സർവ്വതിനെ നിർമൂലമാക്കി കളയുക. ശൗലിന് മനസ്സിലായി. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാം. അതിന്റെ രണ്ടിന്റെ സൈന്യങ്ങളുടെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ദൈവമക്കളെ, എനിക്കും നിനക്കും വിരോധമായി ശത്രു എഴുന്നേറ്റ് എന്തൊക്കെ കണികൾ ഒരുക്കി വെക്കുന്നു അതെല്ലാം കുറിച്ചു വെച്ച് ശത്രുവിന് പകരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.
നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുക. പകരം മുമ്പ് പറഞ്ഞ പോലെ പ്രതികാരം ചെയ്യരുത്, പ്രതികാരം ഞാൻ ചെയ്തോളാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോ യേശു അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, കർത്താവ് ഇവര് ചെയ്യുന്നതെന്ന് അവരോട് ക്ഷമിക്കണം. നമ്മുടെ സ്തേഫാനോസും അത് തന്നെ പ്രാർത്ഥിച്ചു. നമ്മള് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ പ്രാർത്ഥിക്കേണ്ട, കർത്താവെ ഇവര് ചെയ്യുന്ന അവരറിയുന്നില്ല എന്തോ, അവർ ക്ഷമിക്കണമെന്നേ പ്രാർത്ഥിക്കാവുള്ളൂ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പ്രതികാരം ചെയ്യും. ദൈവമക്കളെ, നമ്മളോട് ചെയ്ത അക്രമങ്ങളെല്ലാം എഴുതി വെച്ച് ശത്രുവിന് പകരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്താ എഴുതി വെച്ചേക്കുന്നത്? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ ദൈവ പൈതലെ, രക്തത്തിന്റെ വിലയായ എന്നെയും നിന്നെയും നേരെ വരുന്ന ദുഷ്ടന്റെ സകല ആക്രമണത്തെയും കുറിച്ചു വെച്ച് എഴുതി വെച്ച് പകരം കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. നീ അതിനകത്ത് ഭാരപ്പെടണ്ട. നീ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യുന്നത്. അവൻ നീതിമാനും വിശ്വസ്തനുമാണ്. അവൻ അനീതിയായിട്ട് ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് അവര് ചെയ്തത് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു, നീ ചെന്ന് അവരെ നിർമ്മലമാക്കി കളയാൻ. പക്ഷെങ്കിൽ ശൗലിന് എന്ത് പറ്റി? ശൗലി ചെന്ന് കുറച്ചൊക്കെ 95% നശിപ്പിച്ചു. അല്പം രാജാവിനെയും കുറച്ച് ആടുമാരുത കുറച്ചിനെ കൊണ്ടുവന്നു. എന്തോ ശൗലിന് നഷ്ടപ്പെട്ടത് മൂലം? അവന്റെ രാജ്യത്വം, അവന്റെ രാജസ്ഥാനം അവന് നഷ്ടപ്പെട്ടു. ഒരു ചെറിയ കാര്യം ദൈവം പറഞ്ഞത് അവൻ കേട്ടു, പക്ഷെങ്കിൽ അവൻ അതുപോലെ അനുസരിച്ചില്ല. ഒരല്പം വ്യത്യാസം അവൻ വരുത്തി, അവൻ ഇഷ്ടം പോലെ അവൻ ചെയ്തു. അവന്റെ രാജ്യത്വം നഷ്ടപ്പെട്ട് യഹോവ അവനെ വിട്ടുമാറി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുവാൻ ഇടയാക്കരുത്. കേട്ടത് ശ്രദ്ധയോടെ, എന്ത് ദൈവം പറയുന്നു അത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നമ്മൾ അതിനകത്ത് ഒരു കാരണവശാലും ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതുപോലെ നമുക്കറിയാം ഉസ ആരാണെന്ന് അല്ലേ? ദാവീദ് പെട്ടകം ഫെലിസ്ത്യരെ അവിടെ ഇരിക്കുക, അത് കൊണ്ടുവരാൻ അതിന് ദാവീദ് നമ്പേഴ്സ് 4:15 നമ്പേഴ്സ് സംഖ്യ 4:15 പറയുന്നത് വേറൊരു അതിന്റെ 4:15 പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹ്റോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മുടിത്തീർന്ന ശേഷം കഹാത്യ ചുമപ്പാൽ വരേണം. എന്നാൽ അവർ മരിക്കാതെ ഇരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തൊടരുത്. സമാഗമന കൂടാരത്തിൽ മതി. അന്നേരം ദൈവം ചിലരെ വിശുദ്ധമായത് തൊടാനും പാക്ക് ചെയ്യാനും എല്ലാം ദൈവം നേരത്തെ അവർക്ക് ഓർഡർ കൊടുത്ത ഇന്ന ആളുകൾ ഇന്നത് ചെയ്യണം. അത് ഓൾറെഡി അവർക്ക് നിയമം കൊടുത്തതാണോ? എന്നാൽ ദാവീദ് ഉണ്ടല്ലോ, ദാവീദ് 2 ശമൂവേൽ 6 അധ്യായം എടുക്കാൻ. 2 ശമൂവേൽ 6 1 മുതല്. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടി വരുത്തി. കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നതിനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്തിൽ വിളിക്കപ്പെട്ടിരുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ-യഹൂദയിൽ നിന്നും കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേൽ ഉള്ള അബിദാദാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിദാദാവിന്റെ പുത്രന്മാരായ ഉസ്സയും ആഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. കുന്നിന്മേലുള്ള അബിദാദിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുവരുമ്പോൾ ആഹ്യോ പെട്ടകത്തിന് മുമ്പാകെ നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദ്യങ്ങളും കിന്നരം, വീണ, തപ്പം, മൂരജം, കൈത്താളം എന്നിവയോടുകൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അവർ മാക്കോന്റെ കളത്തിലെത്തിയപ്പോൾ കാള വിരുണ്ടത് കൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേകം നിമിത്തം ദൈവം അവനെ അവിടെ വെച്ച് സംഹരിച്ചു. ദാവീദ് പെട്ടകം കൊണ്ടുവരാൻ ശ്രമിച്ചതാ, നല്ല കാര്യമാ പെട്ടകം കൊണ്ടുവരുന്നത്. എന്നാൽ
ദൈവത്തിന്റെ നിയമം എന്തുവാണെന്ന് അവൻ അന്വേഷിച്ചില്ല. ഇത് എങ്ങനെയാ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരണ്ടേ? പുരോഹിതന്മാർ ചുമരിൽ ചുമന്നുകൊണ്ട് വരണം. അത് നിയമം എഴുതി കൊടുത്തിട്ടുണ്ടോ? പുരോഹിതന്മാർ ചുമരിൽ ചുമന്നുകൊണ്ടാണ് ഇത് കൊണ്ടുവരേണ്ടത്. അല്ലാതെ പുതിയ കാളവണ്ടിയോ അതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. നീ ചിലപ്പോ ഒരുപക്ഷെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും നീ ചിന്തിച്ചതും ചെയ്തതും. അതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. കൊണ്ടുവന്നു. എന്നാൽ അഭിദാതാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവന്റെ പുത്രന്മാരാ ഉസായും അഹ്റോനും. അവരുടെ വീട്ടിലായി പെട്ടകം ഇരുന്നത്. എന്നാൽ കൊണ്ടുവന്ന വഴിക്ക് ദൈവത്തിന്റെ നിയമപ്രകാരം അല്ലാതെ കൊണ്ടുവന്നുകൊണ്ട് കാളവണ്ടിയെ കൊണ്ടുവന്നുകൊണ്ട് വലിയ 30,000 പേരെയൊക്കെ വലിയ സകല ബിരുദന്മാരെയൊക്കെ കൂട്ടിച്ച് വലിയ ആർഭാടത്തോടെ കൊണ്ടുവന്നത്. ദൈവത്തിന് ഇതൊന്നും പ്രശ്നമല്ല. നീ ദൈവവചനം അത് ഉള്ളതുപോലെ നിവർത്തിക്കുന്നുണ്ടോ എന്നോ ദൈവം നോക്കുന്നു. ദൈവം കൊടുത്ത കൽപ്പന അതുപോലെ ചെയ്യുന്നുണ്ടോ? കാള വരണ്ടു, പെട്ടകം താഴെ പോകാൻ പോയി. ദൈവത്തെ സഹായിച്ചു. അയ്യോ കോവയുടെ നിയമപ്പെട്ടകല്ലേ, താഴെ വീഴാനൊക്കുമോ? ഇല്ല. അതുകൊണ്ട് കയറി പിടിച്ചത്. ഓൺ ദ സ്പോട്ടിൽ മരിച്ചുപോയി. ദാവീദേ, നീ ചെയ്യേണ്ടതുപോലെ ചെയ്യാഞ്ഞതുകൊണ്ട്, നീ പുരോഹിതന്മാരുടെ ആലോചന ചോദിക്കാതെ നിന്റെ ഇഷ്ടപ്രകാരം ചെയ്തുകൊണ്ട് അവിടെ മരണം. മക്കളെ, ദൈവം വെച്ച് എന്തോ നമ്മൾ ഒരു കാര്യം ധൃതിയായിട്ട് ചെയ്യണ്ട. ഹറിവറിയിൽ ഒന്നും ചെയ്യണ്ട. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു അത് വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചു മാത്രമേ അത് ചെയ്യാവുള്ളൂ. എപ്പോഴും വചനം തട്ടിച്ചു നോക്കിക്കണം. നമ്മുടെ അപ്പോസ്തലപ്രവൃത്തിയിലെ ബെരോവക്കാരുണ്ടല്ലോ, അവര് പോയി പ്രസംഗങ്ങളൊക്കെ കേട്ടേച്ച് വരുമ്പോഴുണ്ടല്ലോ, അവര് ദൈവവചനം എടുത്ത് വായിച്ചു നോക്കും, ഈ പറയുന്നതൊക്കെ ശരിയാണോന്ന്. നമ്മളും അതുപോലെ ആരെന്ത് പറഞ്ഞാലും അതുപോലെ എടുത്തോണ്ട് പോന്നിട്ട് അത് ചെയ്യരുതേ. അനേക ദുരുപദേശം ഇറങ്ങിയിട്ടുണ്ട്. അനേകം പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ പോയി കഴിയുമ്പോൾ കൊടിയ ചെന്നാക്കൾ നിങ്ങൾ വരും. അനേക ദുരുപദേശം കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് ഒത്തിരി കേൾക്കുന്ന, ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല, ഒത്തിരി ഓരോ ദിവസവും നമുക്ക് കേൾക്കുമ്പോൾ ചെവി പൊത്തിക്കളയേണ്ട അതുപോലെ ദുരുപദേശമാണ് വരുന്നത്. ദൈവമക്കളെ വളരെ സൂക്ഷിക്കണം. ദൈവം എന്തു പറയുന്നു അതിനപ്പുറത്തോട്ട് ഇടത്തോട്ട് ഇനി ആര് വന്ന് പറഞ്ഞാലും. പൗലോസ് പറയുന്നത്, ഞാനിത് ദൈവം തന്ന ആലോചനയ്ക്കൊത്തവണ്ണം ആത്മാവിനകത്ത് എഴുതി, ഇനി ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ തന്നെ വേറൊരു ആത്മാവിൽ വന്ന് ഇത് പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുക. അത്രമാത്രം പൗലോസ് നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ട് പോയതാ. ഇപ്പൊ വന്നവരെ എന്തൊക്കെയാണോ വിശുദ്ധ കോര മറ്റേത് മറിച്ച് എന്തൊക്കെയോ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. നമുക്ക് അപ്പുറത്ത് ചെന്ന് ചേരണം. നമ്മൾ ഓടിത് അധ്വാനിച്ചത് വെറുതെ ആയി പോകരുത്. നമ്മളെ മത്തായിലെ ആറി വായിച്ച പോലെ അനേകർ അന്ന് വന്ന് എന്നോട് പറയും, കർത്താവേ, ഞങ്ങൾ ഭൂതങ്ങളെ ഇറക്കി പ്രവചിച്ചു, ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത്, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ 40 ദിവസം ഉപവാസം എടുത്ത് അതൊക്കെ ചെയ്തു. എന്നാൽ ദൈവഹിതത്തിനനുസരിച്ചല്ലാഞ്ഞത് കൊണ്ട് ദൈവം എന്ന് പറയാ, നിങ്ങൾ ആരാ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ആ ഒരു വചനം നമുക്ക് കേൾക്കുവാൻ ഇടയാകാതെ വണ്ണം നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടെ വചനത്തിൽ ഉറച്ചുകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വചനം എന്തു പറയുന്നു അത് പ്രകാരം മാത്രം മുൻപോട്ട് പോകുവാൻ. ഒന്നും ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. നമുക്ക് അങ്ങേന്ന് എത്തണം. ഒത്തിരി വലിച്ചുവാരി അതും ഇതുമൊക്കെ ചെയ്തിട്ട് അങ്ങേന്ന് എത്തിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് വളരെ സൂക്ഷ്മത്തോടെ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടത് കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഓക്കെ, നേരം പോയിട്ട് ഞാൻ എളുപ്പം 1-2 ക്യാരക്ടേഴ്സിനെ അങ്ങ് വിടുക. അന്നേരം പറയും, ഇതെല്ലാം പഴയ നിയമത്തിലെ അല്ലേ. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ നോക്കാം. അവിടെ 2 പേരുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം ആരാന്നറിയാമല്ലോ? അനന്യാസും സഫീറായും ഇല്ലേ? അനന്യാസും സഫീറ ഓക്കെ, ആരാണ്ടൊക്കെ പല കാര്യങ്ങൾ ചെയ്തു. അവർക്ക് ദൈവം കൊടുത്ത ആലോചനയ്ക്ക് അനുസരിച്ച് അവരുടെ വസ്തു വിറ്റു, പൈസ എല്ലാം കൊണ്ട് അപ്പോസ്തലന്മാർ അവിടെ കൊണ്ടുവച്ച് എല്ലാവരും പൊതുവകയെന്ന് എണ്ണി എല്ലാരും ഒന്നിച്ച് വളരെ സന്തോഷത്തോടെ കഴിച്ചു പോവുക. അന്നേരമാണ് അനന്യാസും സഫീറായിക്കും 5-ാം അധ്യായം. എന്നാൽ അനന്യാസ് എന്നൊരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറോട് നിലം വിറ്റു. ഭാര്യയുടെ അറിവോട് വിലയിൽ കുറെ എടുത്തു വെച്ചു. ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിടെ വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയെ കുറച്ച് എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്താ? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നല്ലോ, വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്തോ? മനുഷ്യരോടല്ല,
ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത്. നോക്കിയേ, അവരല്പം മാറ്റിവെച്ച് ഒരു കുഴപ്പവും ഇല്ല, അതങ്ങ് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു. അവർക്ക് ഒരു നഷ്ടവും വരത്തില്ലായിരുന്നു. അവർക്ക് നാളത്തേക്കുള്ള ചെലവിനെ വെച്ച് മാറ്റിവെച്ച് അവരുടെ സ്വത്ത് മുഴുവൻ വിറ്റുവെച്ച് കൊണ്ടുവരുക, ഒരു കുഴപ്പവും ഇല്ല. ദൈവം അവിടെ കോപിക്കത്തില്ല. എന്നാൽ രണ്ടുപേരും കൂടെ ഒത്തോണ്ട് വേറെ ആർക്കും അറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നീ തുനിഞ്ഞത് എന്തോന്ന് അനന്യാസിനോട് ചോദിച്ചു. അനന്യാസ് യേശു നോയും പറഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ മാറ്റിവെച്ചതും ഇല്ലെന്നും ഒന്നും അനന്യാസ് പറഞ്ഞിട്ടില്ല. ഉടനെ തന്നെ അവൻ വീണ് മരിച്ചു. നമ്മൾ വളരെ കെയർഫുൾ. നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങൾ പോലും അറിയുന്ന ദൈവമാണ്. നമുക്കറിയാമല്ലോ ലൂസിഫർ അല്ലേ? ഐഷ്യ 28 ഹൃദയത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ദൈവത്തിന് അത്യുന്നതിന് മുകൾ കയറും, സ്വർഗത്തിൽ അവന്റെ മീതെ കൂട് വെക്കും, അവന്റെ മേലാകുന്നൊക്കെ ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ. ദൈവം അറിഞ്ഞു. നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ഏത് നിരൂപണങ്ങളും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് വേണ്ടാത്ത ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ഉടനെ തന്നെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റിക്കോ. അതിനെ താലോലിക്കരുതോ. ഏത് ദുഷ്ടചിന്ത വന്നാലും അതിനെ താലോലിക്കരുത്, ഉടനെ തന്നെ ശാസിച്ചകറ്റിക്കോണം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് എപ്പോഴും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പീൻ. അതിന്റെ പിന്നെ ഈ ദുഷ്ടചിന്തയ്ക്കൊന്നും കാര്യം വരുന്നില്ല. എപ്പോഴും സ്തോത്രം ചെയ്ത് സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പീൻ. മറ്റുള്ളവരെ കുറിച്ചോ നമ്മളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടവരോ നമ്മളോട് എന്തെങ്കിലും കാണിച്ചവരെ പറ്റി ഒന്നും നമ്മുടെ ഹൃദയത്തിൽ ആരും അറിഞ്ഞില്ല, ആരോടും പറഞ്ഞുമില്ല. പക്ഷെ ഞങ്ങൾ ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നാം വളരെ കെയർഫുൾ ആയിട്ട് നമ്മുടെ ജീവിതം കഴിച്ചോണം. അതിന്റെ പുറകെ വരുന്ന ഭാര്യ സഫീറ വരുന്നുണ്ട്. എന്നാൽ അവള് പറഞ്ഞ അത്രയ്ക്കാ വിറ്റതൊന്നും രണ്ടുപേരെയും കൊണ്ട് പൊഴിച്ചിട്ടു. ദൈവമക്കളെ, നമ്മുടെ ഉപവാസകാലം ഭയത്തോടും വിറയലോടും കൂടെ കഴിക്കാം. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നടപ്പെന്നുള്ളത് നമ്മൾ സൂക്ഷിച്ചോണം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം നമുക്കൊന്ന് 1 കൊരിന്ത്യർ 10 ഒന്ന് വായിച്ചായിട്ട് ഞാൻ നിർത്തുക ഇവിടെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിന്റെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവർ അനുഗമിച്ചു ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക്സ്. അതിന്റെ 5-ാം വാക്യം, എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതോ. ഒരേ പാറയിൽ നിന്ന് കുടിച്ചു, ഒരേ ആത്മീയഹാരം കഴിച്ചു വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് നമ്മളെയും പാപത്തിന്റെ അടിമത്തിലും ദൈവം വീണ്ടെടുത്തതാണ്. നമ്മൾ കനാൻ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. പക്ഷെ എന്നാൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. നമ്മുടെ ഈ യാത്ര കനാനിലേക്കുള്ള നിത്യകനാനിലേക്ക് നമ്മുടെ യാത്രക്കാരാണ്. എന്നാൽ നമുക്കത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രവാസകാലം ഭയത്തോടും വിറയലോടും കൂടെ കഴിക്കാം. അതുപോലെ നിങ്ങൾ എഴുതിയെടുക്കുന്നെങ്കിൽ 1-2 സങ്കീർത്തനം 101:2 പറയുന്നത്, സങ്കീർത്തനം 101 ഞാൻ എന്റെ സങ്കീർത്തനം 101:2 ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കുകയും അപ്പോൾ നീ എന്റെ അടുക്കൽ വരും. ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. അവിടെ സംഗീതക്കാരൻ പറയുവാ, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. നമ്മുടെ വാക്ക്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ എല്ലാം നിഷ്കളങ്ക ഹൃദയത്തോടായിരിക്കട്ടെ. പിന്നെ അതുപോലെ ഹഗ്ഗായി 1 നിങ്ങൾ വേണമെങ്കിൽ എഴുതിയിട്ട് വീട്ടിൽ പോയി വായിച്ചാലും ഹഗ്ഗായി 1 പോലെ give a careful thought of our ways. ഹഗ്ഗായി 1:3-5 വരെ.
ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. മതി നിക്കട്ടെ. നിങ്ങളുടെ വഴികളെ, നമ്മൾ ഏത് വഴിയിൽ കൂടെയാണ് നിത്യതയിൽ ചെന്നെത്താൻ നമ്മൾ നടക്കുന്ന വഴികളെ വിചാരിച്ച് നോക്കണം. അത് ദൈവവചന പ്രകാരമുള്ള വഴി തന്നെയോ, ദൈവം ഉപദേശിച്ചു തന്ന വഴി തന്നെയാണോ നമ്മൾ പോകുന്നതെന്നോ, അതോ ഡീറ്റൂർ എടുത്ത് നമ്മൾ പോകാറുണ്ടോ? നിങ്ങളുടെ വഴികളെ സൂക്ഷിച്ചു നോക്കുവീൻ. ദൈവം പറയുക ഹഗ്ഗായി 1:3-5 വരെ. 1 Corinthians 3:10 വായിക്കാം. ഹൗ വി ബിൽഡ്. 1 Corinthians 3:10. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. നിന്നാട്ടെ. താൻ എങ്ങനെ പണിയുന്നെന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. ഞാനും നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തു അടിസ്ഥാനത്തിന്മേലാണോ നാം പണിയുന്നത്, അത് വേറെ ഏതെങ്കിലും അടിസ്ഥാനമാണോ? താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. മനസ്സിലായല്ലോ? അതുപോലെ ബി കെയർഫുൾ ഹൗ വി ലിവ്. എഫേഷ്യൻസ് 5:15. ആകയാൽ സുസ്മയത്തോടെ അജ്ഞാനികളുടെയല്ല ജ്ഞാനികളായിട്ട് എത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കരമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. കുത്തീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ചും മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരാൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനും എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. മതി എന്നിട്ട് അതിന്റെ 15 ആകെ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്ര നടപ്പാൻ നോക്കുവിൻ. വളരെ കെയർഫുൾ ആയിട്ട് നമ്മുടെ ഓരോ സ്റ്റെപ്പും വെച്ചോണം. നിങ്ങളൊക്കെ കാർ ഓടിക്കുന്നവരൊക്കെ ആയിരിക്കും. നമ്മൾ കാർ ഓടിക്കുമ്പോൾ അശ്രദ്ധയായി കാർ ഓടിച്ചാൽ ആക്സിഡന്റ് ഷുവർ. വേറൊരു വണ്ടി ഇങ്ങോട്ട് വരും, അല്ലെ അവൻ ഇങ്ങോട്ട് വരും. നമ്മൾ വെരി കെയർഫുൾ. നമ്മൾ കണ്ണങ്ങോട്ട് മാറ്റാൻ ഒക്കത്തില്ല, അപ്പോഴത്തേക്കിനും നമുക്ക് അപകടം വരും. അതുകൊണ്ട് സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കുവേൻ. ദുഷ്കാലമായ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവേൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവേൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുതേ, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ദൈവവും പിതാവുമായവൻ എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയും. ഇതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം. അതുകൊണ്ട് ഈ നാളുകളിലെ ദൈവഹിതത്തിനൊത്തവണ്ണം പണിയാം. നമ്മൾ എന്ത് പണിയുന്നെന്നുള്ളത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചോണം. അത് വചനപ്രകാരമാണോ? നമ്മളൊരു ബ്ലെയിംലെസ് ലൈഫാണോ നമ്മൾ ലീഡ് ചെയ്യുന്നത്? അതും നമ്മൾ സൂക്ഷിച്ചോണം. ദൈവം നമ്മളെ നോക്കുമ്പോൾ, ഞാൻ ഈയിടെ വേറൊരിടത്ത് സംസാരിച്ചതാണ്. ദൈവം നമ്മുടെ നടപ്പിനെ തൂക്കി നോക്കുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. നിങ്ങളതൊക്കെ വായിച്ചു കാണാം. നമ്മുടെ നിരൂപണങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ് ദൈവം. അതുകൊണ്ട് നമ്മുടെ എല്ലാ വഴികളും അവനെ നനച്ചുകൊണ്ട് അരുതാത്തതെല്ലാം വെട്ടിമാറ്റി ദൈവവചനത്തിനൊത്തവണ്ണം നമ്മളെ തന്നെ ഉപദേശിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമ്മളെ തന്നെ ഉപദേശിച്ചുകൊണ്ട് ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ദൈവഭയത്തില് നമുക്ക് ജീവിക്കാം. അങ്ങനെ എത്തുവരെയും കർത്താവേ എന്നെ പാലിക്കണമെന്ന് പറഞ്ഞ് ദൈവകൃപയിൽ ചാരിക്കണം ഓടാം. ദൈവം നമ്മളെ ഈ വചന